ഈ ലഹരി വേട്ട സംസ്ഥാനത്ത് വ്യാപകമായി നടക്കുന്നുണ്ട്. ലഹരി കേസുകൾ വർദ്ധിക്കുന്നുണ്ട്. ലഹരി വേട്ട എന്നതിലുപരി ലഹരി കേസുകൾ വർദ്ധിക്കുന്നുണ്ട്. അത് ആശങ്ക ജനിപ്പിക്കുന്നതാണ്. ക്യാമ്പസുകൾ കേന്ദ്രീകരിച്ചും അല്ലാതെയും ഒക്കെ. അതിനിടയിലാണ് മുൻ മന്ത്രി KT ജലീലിൻ്റെ ഒരു പ്രസ്താവന വന്നത്. കാരണം ലഹരിയിൽ പിടിക്കപ്പെടുന്ന 99% മുസ്ലിങ്ങളും മതപഠനം അല്ലെങ്കിൽ മദ്രസ വിദ്യാഭ്യാസം പൂർത്തീകരിച്ചവരാണ് എന്നത്. പക്ഷേ ഈ KT ജലീലിൻ്റെ പ്രതികരണത്തിനെതിരെ സമസ്ത രംഗത്തെത്തിയിരുന്നു. ഇപ്പോൾ ഇത് CPM-ന് അതൃപ്തിയുണ്ട് എന്നാണ് കേൾക്കുന്നത്. എന്തായാലും ആ വാർത്തയിലേക്കാണ് ഇനി എത്തുന്നതും. ജലീൽ അനാവശ്യമായി ഇത്തരത്തിൽ ഒരു വിവാദ പ്രസ്താവന നടത്തുകയാണ്, വിവാദമുണ്ടാക്കുകയാണ് എന്നൊക്കെയാണ് CPM-ന്റെ നിലപാട്. ജലീലിൻ്റെ വിമർശനം പാർട്ടിക്കും മുന്നണിക്കും ദോഷമുണ്ടാക്കി എന്നൊക്കെ പാർട്ടി വിലയിരുത്തുന്നുണ്ട്. അത് എപ്രകാരമാണെന്നാണ് അറിയേണ്ടത്. അതേസമയം അഭിപ്രായം വ്യക്തിപരമെന്ന് ജലീൽ പറയുന്നുണ്ട്. പറഞ്ഞതിൽ ഉറച്ചു നിൽക്കുന്നുവെന്ന് അദ്ദേഹം ഇന്നലെ ഫേസ്ബുക്കിലൂടെ ഒരിക്കൽ കൂടി വ്യക്തമാക്കിയിട്ടുമുണ്ട്. അരുൺ കൊടുങ്ങൂർ വിവരങ്ങളുമായി ചേരുന്നു. അരുൺ, എന്തുകൊണ്ടാണ് CPM-ന് ഇത്ര ആശങ്ക? തീർച്ചയായും നമുക്കറിയാം, ഈ മുസ്ലിം വിഭാഗത്തിനെതിരെ അല്ലെങ്കിൽ ഈ മത തീവ്രവാദ പ്രശ്നങ്ങളിലൊക്കെ തന്നെ CPM എടുക്കുന്ന ഒരു അല്ലെങ്കിൽ അവരുടെ ഒരു കൃത്യമായ ഒരു അജണ്ട നമുക്ക് നേരത്തെ തന്നെ അറിയാവുന്നതാണ്. ഏറ്റവും ഒടുവിൽ മെക്സവന്റെ വിഷയത്തിലും CPM എടുത്ത ഒരു നിലപാട് നമുക്ക് കൃത്യമായിട്ട് അറിയാം. CPM-ന്റെ കോഴിക്കോട് ജില്ലാ സെക്രട്ടറി തന്നെ മെക്സവൻ വിഷയത്തിൽ കൃത്യമായ നിലപാട് പറഞ്ഞു എങ്കിൽ പോലും അദ്ദേഹത്തെ കൊണ്ട് തിരുത്തിക്കുന്ന ഒരു ഇടപെടലായിരുന്നു ഉണ്ടായിരുന്നത്. അതിന് പിന്നാലെയാണ് ഈ KT ജലീലിന്റെ ഒരു വലിയ വിവാദം വന്നിരുന്നത്. മദ്രസ വിദ്യാഭ്യാസത്തിനെതിരെയായിരുന്നു അദ്ദേഹം അതിന്റെ തെറ്റുകൾ ചൂണ്ടിക്കാട്ടിക്കൊണ്ടായിരുന്നു രംഗത്ത് വന്നിരുന്നത്. ഈ മദ്രസ വിദ്യാഭ്യാസം പൂർത്തിയാക്കി പുറത്തിറങ്ങുന്ന ആളുകൾ എങ്ങനെയാണ് ഈ ലഹരി കേസുകളിലൊക്കെ ഇങ്ങനെ പിടിയിലാകുന്നത് എന്നുള്ള ഒരു സ്വാഭാവികമായുള്ള ഒരു ചോദ്യമാണ് അദ്ദേഹം മുസ്ലിം മത പണ്ഡിതന്മാരിരുന്ന വേദിയിൽ ഉന്നയിച്ചത്. മലപ്പുറത്തെ ഇഫ്താർ സംഗമത്തിലായിരുന്നു അദ്ദേഹം ഈ കാര്യങ്ങൾ പറഞ്ഞത്. ഈ മദ്രസ വിദ്യാഭ്യാസത്തിന്റെ ന്യൂനതകൾ, അതോടൊപ്പം തന്നെ ഇനി വരുത്തേണ്ട മാറ്റങ്ങളെ കുറിച്ചൊക്കെ തന്നെ വിശദമായി അദ്ദേഹം സംസാരിക്കുകയും ചെയ്തിരുന്നു. ഇത് വലിയ വിവാദമായ പശ്ചാത്തലത്തിലാണ് ഈ സമസ്ത ആണ് ആദ്യം ഈ ജലീലിനെതിരെ രംഗത്തെത്തിയിരുന്നത്. ഈ വിവരമുള്ള ആളുകളൊക്കെയും തെറ്റ് ചെയ്യില്ല എന്ന് പറയാൻ പാടില്ല എന്നുള്ളൊരു വിചിത്രമായ ഒരു മറുപടിയായിരുന്നു സമസ്തയുടെ ഭാഗത്തു നിന്നും ഉണ്ടായിരുന്നത്. വലിയ ചർച്ചയായി, പ്രത്യേകിച്ച് മലബാർ മേഖലകളിൽ കൃത്യമായി ചർച്ചയായ ഒരു സാഹചര്യത്തിലാണ് ഈ CPM ഈ വിഷയത്തിൽ ഒന്ന് ഇടപെടുന്നത്. അതിൽ ഏറ്റവും പ്രധാനമായി പറയുന്നത് അനവസരത്തിലായിരുന്നു KT ജലീലിന്റെ ഈ ഒരു പ്രസംഗം എന്നാണ് CPM നേതാക്കൾ രഹസ്യമായി പറയുന്നത്. അത് ഒരു കാരണവശാലും അനുവദിച്ചു കൊടുക്കാനാകില്ല. ഇത്തരത്തിലുള്ള ഒരു പ്രസ്താവന അത് പാർട്ടിക്കും മുന്നണിക്കും വലിയ രീതിയിലുള്ള ദോഷം ഉണ്ടാക്കിയിട്ടുണ്ട്. ഇനി ഇത്തരം പ്രസ്താവനകൾ നടത്തുമ്പോൾ ശ്രദ്ധിക്കണമെന്നുള്ള ഒരു കാര്യമാണ് ജലീലിനെ പാർട്ടി ഓർമ്മിപ്പിച്ചിരിക്കുന്നത്. എന്തായാലും ഇതിന്റെ ഒരു പശ്ചാത്തലത്തിൽ കൂടിയാണ് KT ജലീൽ ഒരു ഫേസ്ബുക്ക് പോസ്റ്റിൽ പറയുന്നു, താൻ പറഞ്ഞത് തനിക്ക് പൂർണ്ണമായും അറിവുള്ള കാര്യമാണ്, താൻ അന്വേഷിച്ച് മനസ്സിലാക്കിയ ഒരു കാര്യമാണ്, അതിൽ തൻ്റെ വ്യക്തിപരമായ ഒരു അഭിപ്രായമാണ് താൻ പറഞ്ഞിരുന്നത്, അതിൽ ഈ പാർട്ടിക്കോ അതോടൊപ്പം തന്നെ മുന്നണിക്കോ യാതൊരു തരത്തിലുള്ള ബന്ധവുമില്ല, വ്യക്തിപരമായ അഭിപ്രായമെന്ന് ആവർത്തിച്ചുറപ്പിച്ച് KT ജലീൽ പറയേണ്ടി വന്നിരിക്കുന്നു. എന്തായാലും ഈ വിവാദം വലിയ രീതിയിലേക്ക് കത്തി മുന്നോട്ട് പോകുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. അത് ജലീൽ പറഞ്ഞ ചില കാര്യങ്ങൾ തന്നെയാണ് ഏറ്റവും പ്രസക്തമായുള്ളത്, സമൂഹം ചർച്ച ചെയ്യുന്ന ഒരു കാര്യം കൂടി ഉള്ളത്. അതായത് ഈ ലഹരി കേസുകളിൽ പിടിക്കുന്ന 99% ആളുകളും മുസ്ലിം നാമധാരികളായുള്ള ആളുകളും മദ്രസ വിദ്യാഭ്യാസം പൂർത്തീകരിച്ചിട്ടുള്ളതാണ്. എന്തുകൊണ്ടാണ് ഇവർക്ക് ഇങ്ങനെ ഒരു മൂല്യച്യുതി ഉണ്ടായിരിക്കുന്നത്? ധാർമ്മിക ബോധത്തെ പറ്റി ഏറ്റവും തുടക്കത്തിൽ തന്നെ അവർക്ക് കൃത്യമായ ബോധം നൽകുന്നു. മദ്രസയിൽ കൃത്യമായ നിർബന്ധമായി മദ്രസ വിദ്യാഭ്യാസം നടത്തുന്നു. പക്ഷേ എന്തുകൊണ്ട് അവർക്ക് നേർവഴിക്ക് പോകേണ്ട ഇവർ ഇത്തരത്തിൽ ഈ അസാൻമാർഗ രീതിയിലേക്ക് പോകുന്നു? പണമാണ് ഇതിനൊരു പ്രധാന കാരണമായി, ഈ പണത്തോടുള്ള ആർത്തിയാണ് ഇതിനൊരു പ്രധാന കാരണമായി അദ്ദേഹം ചൂണ്ടിക്കാട്ടുകയും ചെയ്തത്. എന്തായാലും മുസ്ലിം സമൂഹത്തിനിടയിൽ ഇത് വലിയ ചർച്ചയായിരിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. ആ ഒരു സാഹചര്യത്തിൽ കൂടിയാണ് ഈ KT ജലീലിനെതിരെ അല്ലെങ്കിൽ KT ജലീലിനെ വിമർശിച്ചുകൊണ്ട് CPM കൂടി രംഗത്തെത്തുന്നത്. എന്തായാലും മുന്നണിക്ക് പാർട്ടിക്കും അതൊരു വലിയ ദോഷം ഉണ്ടാക്കുന്നു എന്നതാണ് ഏറ്റവും പ്രധാനമായി ഇവർ നോക്കിക്കാണുന്നത്. കാരണം ഇനി തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പ് ഒക്കെ വരികയാണ്. ഈ ഒരു തെരഞ്ഞെടുപ്പിന് പാർട്ടി ഒരുങ്ങുന്ന ഒരു സമയത്ത് കൂടിയാണ് ഇത്തരത്തിലൊരു പ്രസ്താവന വന്നിരിക്കുന്നത്. പ്രത്യേകിച്ച് ഈ നോമ്പുകാലത്ത് ഇത്തരത്തിലൊരു തുറന്നു പറച്ചിൽ അത് വലിയ രീതിയിലുള്ള ദോഷം ഉണ്ടാക്കുമെന്നുള്ള ഒരു വിലയിരുത്തൽ തന്നെയാണ് CPM-ഉം LDF-ഉം ഒക്കെ തന്നെ ഉള്ളത്. രജനി.